ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് പുത്തൻതോപ്പ് സെന്റ് ഇഗ്നേഷ്യസ് ചർച്ചിലാണ്. ഇവിടെ ഒരു സ്നോമാൻ ഉണ്ട്. നമുക്കതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. വാ. കഴക്കൂട്ട് നിന്ന് പെരുമാത്തൂർക്ക് പോകുന്ന ഒരു വഴിക്കാണ് ഈ ഒരു ചർച്ച്. ഏകദേശം 5.6 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ്. നല്ല കളർഫുൾ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ഇവിടെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ, ഒരു രക്ഷയില്ല. കാരണം ചുറ്റിലും ലൈറ്റും ആ സ്നോമാനും അതേപോലെ തന്നെ ആ ചർച്ചിൻ്റെ ഒക്കെ ഒരു വ്യൂവും കാര്യങ്ങളിലൊക്കെ എല്ലാം സൂപ്പറാണ്. ഓരോ വർഷം ഓരോ തീമുമായിട്ടാണ് ഇവിടെ ക്രിസ്മസിനെയും ന്യൂ ഇയറിനെയൊക്കെ വരവേൽക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു തീമാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാനിവിടെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് ഞാനിത് പോകുന്നത്. ഈ ഒരു ലൈറ്റും അതേപോലെ ഈ ആംബിയൻസിലിരുന്ന് കുറേ ഫോട്ടോസും അതേപോലെ നല്ലൊരു മൊമെൻറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ കാഴ്ചയൊക്കെ കാണേണ്ടത് തന്നെയാണ്. കാരണം അത്രയും നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. നൈറ്റ് ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ സ്പോട്ടാണ് ഇത്. ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്നിരിക്കാനും നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാനും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. മരത്തിനൊക്കെ ചുറ്റിലും ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ പല കളറിലുള്ള ലൈറ്റുകളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഫോട്ടോസൊക്കെ നല്ല അടിപൊളിയായിരിക്കും. ഒരുപാട് ഫാമിലീസും കപ്പിൾസും ഒക്കെ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനൊക്കെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. കാരണം ഓരോ മരത്തിൻ്റെ ചുവട്ടിലും ഓരോ ആൾക്കാരുണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തിക്കും തിരക്കും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തൊട്ടടുത്ത് 2 ചേച്ചിമാർ നടത്തുന്നൊരു കടയുണ്ട്. അവിടെ ഞാൻ മസാല പൂരിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, തൊട്ട് ബാക്കിൽ തന്നെ നമ്മുടെ സ്നോമാൻ നിൽക്കുന്നുണ്ട്. അപ്പം സ്നോമാനൊക്കെ കണ്ട് ഈ ഒരു മസാല പൂരിയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ മേലെ നമുക്ക് ടൊമാറ്റോ സോസൊക്കെ ആ ചേച്ചി ഒഴിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയുണ്ട് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടിട്ട് നല്ല അടിപൊളിയാണ്. ടേസ്റ്റ് ഇതെങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. സംഭവം കൊള്ളായിരുന്നു, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഒന്നും കഴിക്കാതെയാണ് പോയത്. അതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിശന്നിട്ടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റാണോ എന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും നല്ല രീതിക്ക് അത് ഇഷ്ടപ്പെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ 2-3 കുട്ടികൾ കരോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. സ്നോമാനെ കാണണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ പോയി കാണാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുന്നവരും നല്ല തിക്കും തിരക്കും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ന്യൂ ഇയർ വരെ നമുക്ക് ഈ ഒരു കാഴ്ച ഇവിടെ ഉണ്ടാവും. ഡിസംബർ 25-ാം തീയതി നല്ല അടിപൊളി വെടിക്കെട്ടുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.